ഹലോ ഫ്രണ്ട്സ്, വണ്ടി ഫിയറ്റ് അവെഞ്ചറ ആണ്. ഇതിൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിങ് കുറവാണ്. കസ്റ്റമർക്ക് കംപ്ലയിൻറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എത്രത്തോളം നമ്മൾ ആക്സിലേഷൻ കൊടുത്താലും വണ്ടി ഒരു എണിക്കാത്തൊരു ഫീലിംഗാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ച് പോയിൻ്റെ ഒരു ഫീലല്ല വരുന്നത്. നമ്മൾ ആക്സിലേഷൻ കൊടുത്തിട്ട് എഞ്ചിൻ RPM കയറി സ്പീഡ് കുറയുക അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നോക്കേണ്ടതുള്ളത്. ഇത് അങ്ങനെയൊന്നുമില്ല. വണ്ടി പതപതാന്ന് തന്നെയാണ്, പക്ഷേങ്കിൽ വണ്ടി നീങ്ങുന്നില്ല. അതുപോലെ നമുക്ക് ഏതെങ്കിലും ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. അതുമാത്രമല്ല, നമ്മൾ സെക്കൻഡ് ഗിയറിലിട്ടൊക്കെ ഒന്ന് ഒരു വലിപ്പിക്കുമ്പോൾ ഒരു ബ്ലാക്ക് സ്മോക്ക് ഒരു തുപ്പിയിട്ടാണ് വണ്ടി പോകുന്നത്. എന്ന് വെച്ചാൽ GR അത്രത്തോളം ബ്ലോക്ക് ഉണ്ട് അതിനകത്ത്. ഇങ്ങനെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ശരിക്കും നമ്മുടെ നേരത്തെ നമ്മൾ ചെയ്യുന്ന സെയിം വർക്കാണ്. എന്താ പറയുക, ഞാൻ ഇതിൻ്റെ തന്നെ ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. റിപ്പീറ്റ് ഓരോരോ വണ്ടികൾക്ക്, ഡീസൽ വണ്ടി സകല വണ്ടിക്ക് ഇത് ചെയ്യുന്നത് ഏറ്റവും ബെറ്ററാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും പുള്ളിങ് കുറവായിട്ടാണ് ഈ എന്താ പറയുക കസ്റ്റമർ തന്നെ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ EGR മാനിഫോൾഡും അതുപോലെ ഇൻ്റർകൂളറും എയർ ഫ്ലോ സെൻസറും ക്ലീൻ ചെയ്താൽ തന്നെ വണ്ടി എണിച്ച് പോകുന്നതന്നെ നമുക്ക് ആകെ ഒരു വല്ലാത്തൊരു ഫീലായിരിക്കും. ഒരു വണ്ടിയുടെ പുതിയ ഒരു വണ്ടിയുടെ വർക്കിംഗ് എങ്ങനെയാണോ, എത്രത്തോളം പുള്ളിങ് കിട്ടുമോ ആ ഒരു പുള്ളിങ് ഇതിനകത്ത് നല്ലവണ്ണം കിട്ടും. നമ്മൾ പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ 60 കിലോമീറ്റർ സ്പീഡിൽ കുറച്ച് കാലം പോകാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ. ഇതൊന്നും അങ്ങനെയില്ല. പുത്തൻ വണ്ടി നമ്മൾ ആക്സിലേഷൻ കൊടുക്കാൻ എങ്ങനെ ആഗ്രഹിക്കുന്നോ അത് ആ ഒരു ഫീല് ഇതിനകത്ത് കിട്ടും. എന്തായാലും നമുക്ക് ഇതിൻ്റെ EGR മാനിഫോൾഡ് അയച്ചിട്ട് ഞാൻ കാണിച്ചു തരാമല്ലോ എത്രത്തോളം ബ്ലോക്ക് ഉണ്ട്, എന്താ അവസ്ഥ എന്നുള്ളത്. ഇത് കസ്റ്റമർ നേരെ ഡീകാർബണൈസേഷൻ ചെയ്യാൻ പോയതാണ്. ഇതിപ്പോൾ സർവീസ് കഴിഞ്ഞിട്ട് കുറച്ചൊരു 1000 കിലോമീറ്റർ ആയുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചതാണ് ഇങ്ങനെ പുള്ളിങ് കുറവുണ്ട്, ഡീകാർബണൈസേഷൻ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ചെയ്യണ്ട, ഞാൻ അഴിച്ച് ക്ലീൻ ചെയ്ത് തരാം, എന്നിട്ട് നോക്കിയിട്ട് ചെയ്താൽ മതി എന്നുള്ള രീതിക്കാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മാനിഫോൾഡ് EGR കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചിട്ടൊന്ന് സർവീസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം എത്രത്തോളം പെർഫോമൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. എന്തായാലും ഇതിനകത്ത് മാറ്റം ഉണ്ടാവും. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 60-70 കിലോമീറ്റർ സ്പീഡിൽ പോയിട്ട് പിന്നെ അങ്ങോട്ട് കയറാനായിട്ട് ഭയങ്കര ലാഗാണ്. കയറിപ്പോവും, ഇങ്ങനെ പയ്യെ കയറിപ്പോവും. സഡൻ ഒരു പിക്കപ്പ് ഇതിനകത്ത് വരുന്നില്ല. എന്തായാലും നമുക്ക് ഇതൊന്ന് പക്കയായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് ഞാൻ വണ്ടി ഓടിച്ചും കാണിച്ചു തരാം. അതിൽ എത്രത്തോളം ബ്ലോക്ക് ഉണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമുക്കിൻ്റെ EGR മാനിഫോൾഡ് അഴിക്കാനായിട്ട് എയർ ഫിൽറ്റർ കേസ് ആദ്യം അഴിക്കണം. അഴിച്ചു മാറ്റിയതിന് ശേഷം ബാക്കിലെ വയറിംഗ് കിറ്റ്, അതുപോലെ തന്നെ EGRൻ്റെ വാൾവ് അസംബ്ലി, അത് കഴിഞ്ഞിട്ടാണ് മാനിഫോൾഡ് അഴിക്കുക. EGR വാൾവ് അസംബ്ലി നമുക്ക് അഴിക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം മാനിഫോൾഡിൻ്റെ ഉള്ളിൽ എത്രത്തോളം ബ്ലോക്ക് ഉണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന 3 ബോൾട്ട് അഴിച്ചാൽ തന്നെ ഉള്ളിലുള്ള അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് സെറ്റ് അഴിച്ചെടുക്കാം. EGRും മാനിഫോൾഡും കംപ്ലീറ്റും എന്നിട്ട് പക്ക ക്ലീൻ ചെയ്ത് തിരിച്ച് കയറ്റാം. എന്തായാലും അതിനകത്ത് നല്ലവണ്ണം കാർബൺ ഉണ്ടാവും. അതുമാത്രമല്ല ഇൻ്റർകൂളറിൽ ഓയിൽ കയറിയാലും ഈ ഒരു സെയിം പുള്ളിങ് ലെസ് വരും. അതുപോലെ മാനിഫോൾഡിൻ്റെ മേലൊരു എയർ പ്രഷർ സെൻസർ ഉണ്ട്, അത് വന്നാൽ ഈ കംപ്ലയിൻറ്റ് വരും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കോമ്പിനേഷനായിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ മാനിഫോൾഡ് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മാനിഫോൾഡിൻ്റെ ബോൾട്ട് അഴിക്കുമ്പോൾ ബാക്കിലെ ബോൾട്ട് പയ്യെ അഴിക്കാവോ. ഒറ്റയടിക്ക് അങ്ങ് സ്പീഡിലങ്ങ് അഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തുരുമ്പോ കാര്യങ്ങൾ വെച്ച് നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പലരും ഈ മാനിഫോൾഡ് അഴിക്കാനായിട്ട് മടിക്കുന്നത്. അപ്പോൾ ഈ മാനിഫോൾഡ് അഴിക്കുമ്പോൾ ഇത്തിരി റിസ്ക് കൂടുതലാണ്. എന്നാലും പയ്യെ നോക്കി അഴിച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇതിൻ്റെ മാനിഫോൾഡ് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കണ്ടില്ലേ കാർബൺ, അതുപോലെ ഇതാണ് എയർ സക്ക് ചെയ്യുന്ന ഭാഗം. അതിലും അത്യാവശ്യം നല്ല ബ്ലോക്ക് തന്നെ ഉണ്ട്. വലുതായിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. അതുപോലെ EGRൻ്റെ ഹോളും ഏകദേശമൊക്കെ അടഞ്ഞ്, ഉള്ളിലുള്ള ഹോളുകൾ കംപ്ലീറ്റും അടഞ്ഞ് നിൽക്കുകയാണ്. ഇത് പിടിക്കുവാനെ പിടിക്കും മൈനസ് ഉണ്ടാ ഇതല്ലേ, ഇത്രത്തോളം കാർബണാണ് ഇതിനകത്ത് കയറി നിൽക്കുന്നത് അല്ലേ. ഈ കാർബൺ ഉണ്ടാകുമ്പോൾ ഉള്ളിലേക്ക് എയറിൻ്റെ ഫ്ലോ ഭയങ്കരമായിട്ട് കുറവായിരിക്കും. ആ കുറയുന്ന സമയത്താണ് ഈ എൻജിൻ്റെ പുള്ളിങ് പൂർണ്ണമായിട്ടും പോകുന്നത്. എന്തായാലും നമുക്കിത് കെമിക്കലിട്ട് പക്കയായിട്ട് വാഷ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ EGRൻ്റെ വാൾവ് നമ്മൾ വാഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഫുള്ള് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ഇതും പക്കയായിട്ട് തന്നെ വാഷ് ചെയ്യണം. എന്നാൽ മാത്രമേ കറക്റ്റ് വർക്കിംഗ് കിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ ഹോസിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ, മൊത്തം നിറയെ കാർബണാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ എയർ മാസ് സെൻസർ കണ്ടില്ലേ, ഇത് കംപ്ലീറ്റായിട്ട് ബ്ലോക്കാണ്. ഇതിൽ ഏത് വഴിയും ഉള്ളിലേക്ക് ഒരു എയറിൻ്റെ മാസ് അളക്കാനായിട്ട് ഒരു വഴിയില്ല. കണ്ടില്ലേ, ഇതിവിടെ മാത്രം ചെറിയൊരു ഹോളുണ്ട്, കുഞ്ഞത് ഒരു സൂചി കയറുന്ന പോലെ ഒരു ഹോൾ മാത്രം, ബാക്കി ഫുള്ള് അടവാണ്. അപ്പോൾ ഈ എയർ മാസ് മാനിഫോൾഡിൽ എത്രത്തോളം പ്രഷർ ഉണ്ടെന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഈ സിമ്മിലേക്ക് ഡീസൽ എത്ര കൊടുക്കണം എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുള്ളൂ. പക്ഷേ ഇത് ഇത്രത്തോളം ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ സെൻസ് ചെയ്ത് ചെറിയൊരു റീഡിങ് എങ്ങാനും കിട്ടുള്ളൂ.
മനസ്സിലായില്ലേ? ഇതൊരു കാരണം മതി ഇനിയിപ്പോൾ ബ്ലോക്ക് ആവാനായിട്ട്, ഫുള്ളായിട്ട് പുള്ളിങ് പോകാനായിട്ട്. എന്തായാലും നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം ക്ലീൻ ചെയ്യും. അപ്പോൾ എന്തായാലും ഇത്രയും ബ്ലോക്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്കെല്ലാം ക്ലീൻ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ മാനിഫോൾഡും എല്ലാം കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ എത്ര പുത്തനായിരിക്കണം നോക്കി. അതിനകത്ത് ഒരു തരി പോലും കാർബണിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവില്ല. കണ്ടില്ലേ? ഇപ്പോൾ പൈപ്പൊക്കെ നോക്കി. നേരത്തെ അത് മൊത്തം ബ്ലാക്ക് ആയിരുന്നു, ബ്ലാക്ക് കാർബൺ കെട്ടിക്കിടക്കായിരുന്നു. ഇപ്പോൾ എല്ലാം പക്കയാണ്, പക്ക ക്ലീൻ ആയിട്ടുണ്ട്. കണ്ടില്ലേ? മാത്രമല്ല ഇത് തിരിച്ച് കയറ്റുമ്പോൾ വാൾവ് വർക്കിംഗ് കറക്റ്റാണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലിപ്പോൾ വാൾവ് കറക്റ്റാണ്, വർക്കിംഗ് കറക്റ്റാണ്. അതുപോലെ തന്നെ ഈ പൈപ്പ് ഇതൊക്കെ നേരത്തെ ഫുള്ള് അടഞ്ഞു കിടക്കായിരുന്നു. എന്തായാലും നമുക്കിത് ഫിറ്റ് ചെയ്യാം മൊത്തം. നമ്മളിപ്പോൾ വർക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കണം. നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം അതിൻ്റെ പുള്ളിങ് എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം. ഇപ്പോൾ വണ്ടി ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടി പക്ക പുള്ളിങ്ങാണ്. ഇപ്പം നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് വേറെ അറിയാൻ പറ്റും. ആ EGR ഓപ്പൺ ചെയ്ത് ആ വണ്ടി വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ഫീലിംഗ് നല്ലോണം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ തേർഡ് ഗിയറിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തേർഡ് ഗിയറിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പുള്ളിങ് അതിനകത്ത് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ കംപ്ലീറ്റ് സോൾവ് ആയിട്ടുണ്ട്. ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തേർഡ് ഗിയർ ഇട്ട് വലിപ്പിച്ചാൽ എന്നാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് ഒരു പുള്ളിങ്ങും അതിന് പുറമെ എക്സ്ട്രാ ഒരു വലിവും ഇതിനകത്ത് വരികയാണ്. അപ്പോൾ എന്താ വണ്ടി നമുക്ക് നല്ലോണം ഫീൽ ചെയ്യാൻ പറ്റും. വണ്ടി എണിച്ച് പോകുന്ന ഫീലിംഗ് നമുക്ക് പെട്ടെന്ന് തന്നെ ആക്സിഡൻ്റ് ഒന്ന് കാലം എടുക്കാനാണ് തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് സ്പീഡാകുമ്പോൾ നമുക്ക് കൺട്രോൾ കിട്ടാത്തത് പോലെ ഒരു ഫീലാണ് വരുന്നത്. അത്രയും വ്യത്യാസം വന്നിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ല. നേരത്തെ നമ്മൾ തേർഡ് ഗിയറൊക്കെ ഇട്ടിട്ട് വലിപ്പിച്ചിട്ട് പോയി ഇങ്ങനെ പയ്യെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തന്നില്ല, എയർ മാസ് സെൻസറിൽ കംപ്ലീറ്റ് അടവാണ്. എന്ന് വെച്ചാൽ ഒട്ടും ഓപ്പൺ അല്ല അതിനകത്ത്. അതുകൊണ്ട് വരാം. പിന്നെ പല കാരണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ചെയ്യുമ്പോൾ ഈ 4-5 കാര്യം നമ്മൾ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി പക്ക പെർഫെക്റ്റ്ലി ഓക്കെ ആവും. പിന്നെ നമുക്ക് ആ ഭാഗം 30,000 കിലോമീറ്റർ വരെ നോക്കണം. അടുത്ത 30,000 വീണ്ടും നമ്മൾ ചെയ്യണത് ഇതേ കണ്ടീഷൻ തന്നെ റിപ്പീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ വണ്ടി ആ ഒരു ലൈഫിൽ കറക്റ്റായിട്ട് ലെവലിൽ നിൽക്കുള്ളൂ. ഇപ്പോൾ വണ്ടി പക്ക പെർഫെക്റ്റ്ലി ഓക്കെയാണ്. വേറെ പുള്ളിങ്ങിൻ്റെ ഇഷ്യൂ, വേറെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. ഇപ്പോൾ എല്ലാം ഓക്കെയാണ്. നേരത്തെ പുള്ളിങ് കുറവായിട്ടായിരുന്നു വന്ന് ആ കംപ്ലൈൻറ്റ് കംപ്ലീറ്റ്ലി സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.